കാലം 1967 EMSന്റെ നേതൃത്വത്തിൽ സപ്തമുന്നണി സർക്കാർ അധികാരത്തിലേക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും പങ്കാളികളായ രാഷ്ട്രീയ പരീക്ഷണ സർക്കാരാണിത്. ആ സർക്കാരിന്റെ സുപ്രധാനമായൊരു പ്രഖ്യാപനമായിരുന്നു മലപ്പുറം എന്ന പുതിയ ജില്ല. ജില്ലയുമായി ബന്ധപ്പെട്ട് അതിനു മുൻപേ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും സജീവമാകുന്നത് ഈ ഘട്ടത്തിലാണ്. പുതിയ സർക്കാരിന്റെ വരവോടുകൂടിയാണ്. കോൺഗ്രസും ജനസംഘവും ജില്ലാ രൂപീകരണത്തോട് നിശ്ചിതമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചുവെങ്കിലും 1967 സപ്തകക്ഷി മന്ത്രിസഭയുടെ മിനിമം പരിപാടിയിൽ ജില്ലാ രൂപീകരണം ഇടം പിടിച്ചിരുന്നു. 1969 ജൂൺ 16 EMS സർക്കാർ മലപ്പുറം ജില്ല പ്രഖ്യാപിച്ചു. കോഴിക്കോട് ജില്ലയിലെ ഏറനാട്, തിരൂർ, പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണ, പൊന്നാനി താലൂക്കുകളിലെയും ഭാഗങ്ങൾ ചേർത്തായിരുന്നു രൂപീകരണം. 3550 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയായിരുന്നു പുതിയ ജില്ലയ്ക്ക് ഉള്ളത്. സമുദായ സൗഹാർദ്ദം തകർക്കരുത് തുടങ്ങിയ ആഹ്വാനങ്ങളൊക്കെ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ജില്ലയെ വരവേൽക്കുന്നതിൻ്റെ വലിയ പ്രകടനങ്ങളുടെ ദൃശ്യങ്ങൾ അന്ന് മാതൃഭൂമിയിൽ ഉൾപ്പെടെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പ്രകടനവും പിക്കറ്റിങ്ങും നടന്നു. 44 പേരെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചു തുടങ്ങിയ വാർത്തകൾ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അനുകൂലമായ അന്തരീക്ഷവും പ്രതികൂലമായ അന്തരീക്ഷവും ഉണ്ടായിരുന്നു. മങ്കട MLA അഡ്വക്കേറ്റ് P. അബ്ദുൾ മജീദ് നിയമസഭയിൽ ഈ ആവശ്യം ശക്തിയുക്തം ഉന്നയിക്കുകയും ചെയ്തു. P. അബ്ദുൾ മജീദ് ജില്ലയ്ക്കായി മുന്നോട്ട് വച്ച വാദം ഇങ്ങനെയായിരുന്നു. പ്രധാനമായും മലബാർ ജില്ലകൾ പൊതുവിൽ വലുതാണ്. പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണമെന്ന് ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ പോലും അതിന് കഴിയുന്നില്ല. പാലക്കാടും കോഴിക്കോടും വളരെ വലിയ ജില്ലകളാണ്. ഇതിന് രണ്ടിനും ഇടയ്ക്ക് ഒരു ജില്ല കൂടി സ്ഥാപിച്ചാൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാകും എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഇത്തരം ആവശ്യങ്ങളുടെ തുടർച്ചയായാണ് ഏറനാടിൻ്റെയും വള്ളുവനാടിൻ്റെയും ഭാഷാ സംസ്കാര ജീവിതധാരകളെ ഒരു ഭരണ സംവിധാനത്തിലേക്ക് കോർത്തിണക്കാൻ ശ്രമിച്ച് മലപ്പുറം ജില്ല പിറവി കൊണ്ടത്. വിദ്യാഭ്യാസ മേഖലയിലെ കുതിച്ചുചാട്ടമാണ് പിറവിയുടെ 56ാം പിറന്നാൾ ദിനത്തിലെ മലപ്പുറം ജില്ലയുടെ കിരീടത്തിലെ തിളക്കമേറിയ തൂവൽ. നിരക്ഷരത പാകിപ്പരത്തിയ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിന്റെ സാക്ഷരതയിലേക്കുള്ള പ്രഖ്യാപനം. മലപ്പുറത്തിന്റെ രാഷ്ട്രീയം അത് ചരിത്രത്തിലേക്ക് നീളുന്ന കെട്ടുപിണഞ്ഞ വേർപടപ്പ് പോലെയാണ്. രാഷ്ട്രീയ മലപ്പുറം എന്നത് ചരിത്രത്തിന്റെ തുടർച്ച തന്നെയാണ്. അക്ഷരാർത്ഥത്തിൽ ചരിത്ര പ്രതിസന്ധികളും പടയോട്ടങ്ങളും മതങ്ങളും സാമ്രാജ്യത്വ വിരുദ്ധതയും ദേശീയ പ്രസ്ഥാനവും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന പരീക്ഷണ ഭൂമിയും എല്ലാം ചേർന്നൊരു വലിയ പരീക്ഷണത്തിന്റെ മിനിയേച്ചർ കൂടിയാണ് മലപ്പുറം. മണ്ഡല പുനർനിർണയത്തിലൂടെ 16 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ നിയമസഭാ അംഗങ്ങളുള്ള കേരളത്തിലെ ജില്ലയും മലപ്പുറമാണ്. 16 മണ്ഡലങ്ങളിൽ 11-ൽ മുസ്ലിം ലീഗ്, വണ്ടൂരിൽ കോൺഗ്രസ്, നിലമ്പൂർ, പൊന്നാനി, തവന്നൂർ, താനൂർ LDF. ഈ 4 വിജയ സീറ്റുകളിൽ CPM ചിഹ്നത്തിൽ മത്സരിച്ചത് പൊന്നാനിയിൽ മാത്രം എന്നതാണ് ജില്ലയുടേത് മാത്രമായ രാഷ്ട്രീയ അടിയൊഴുക്കിലെ പ്രത്യേകത. ലീഗ് എന്ന മലപ്പുറത്തെ മഹാമേരുവിൽ നിന്ന് അടർത്തിയെടുത്തും നേരിലടിച്ചും രാഷ്ട്രീയ പരീക്ഷണങ്ങളിലൂടെയാണ് CPMന്റെ മുന്നോട്ട് പോക്ക്. ലീഗുമായി തല്ലും തലോടലുമായി പിടിച്ചു നിൽക്കുന്നുണ്ട് കോൺഗ്രസ്. ഈ രാഷ്ട്രീയ പരീക്ഷണശാലയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജില്ലാ ചരിത്രത്തിൽ തന്നെയുണ്ട് രാഷ്ട്രീയ അടിയൊഴുക്കിന്റെ അലയൊലി. ആ മുഴക്കത്തിന്റെ തുടർച്ചയിൽ ഇക്കുറി ആരെന്നതാണ് കൗതുകം.